നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കർണാടകയിൽ BSc നഴ്സിംഗ് അഡ്മിഷൻ എടുത്തവരും എടുക്കാൻ പോകുന്നവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. കർണാടകയിൽ 2 കമ്മിറ്റികളാണ് അഡ്മിഷന് വേണ്ടി ഗവൺമെൻറ് നിയോഗിച്ചിരിക്കുന്നത്. അതിലൊന്ന് ഫീ റെഗുലേറ്ററി കമ്മിറ്റിയും 2 അഡ്മിഷൻ ഓവർസീയിങ് കമ്മിറ്റിയാണ്. അതിൽ അഡ്മിഷൻ ഓവർസീയിങ് കമ്മിറ്റിയിലേക്ക് ധാരാളം കംപ്ലയിൻസുകൾ വരുന്നുണ്ട്. അതുപ്രകാരം ഒരു ഓർഡർ ഇറക്കി. അതിൽ BSc നഴ്സിംഗിന് ഗവൺമെൻറ്റും പ്രൈവറ്റ് മാനേജ്മെൻറ്റും അസോസിയേഷനും തമ്മിൽ ഒരു ധാരണയായിട്ടുണ്ട്. ആ ധാരണ പ്രകാരം ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഫീസുണ്ട്. അത് കർണാടക എൻട്രൻസ് അതോറിറ്റി KEA കണ്ടക്ട് ചെയ്ത KSET കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷ ത്രൂ ആണ് കുട്ടികൾ അഡ്മിഷൻ എടുക്കേണ്ടത്. ആ KSET വഴി വരുന്ന കുട്ടികളുടെ കയ്യിൽ നിന്നും അനധികൃത ഫീസ് ഈടാക്കാൻ പാടില്ല. സർക്കാർ മാനേജ്മെൻറ്റും ധാരണയായ ആ ഫീസ് മാത്രമേ മേടിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ യാതൊരു തരത്തിലുള്ള പേരിട്ട് ഫീസ് കളക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അനധികൃത ഫീസ് വാങ്ങുന്ന എന്ന കംപ്ലയിൻസുകൾ അഡ്മിഷൻ ഓവർസീയിങ് കമ്മിറ്റിയിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കോളേജും അതുപോലെ തന്നെ കുട്ടികളും പാരൻസും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അനധികൃത ഫീസ് കളക്ട് ചെയ്യാൻ അധികാരം കോളേജുകൾക്കില്ല. അപ്പോൾ ഈ ഓർഡർ ഇറങ്ങിയതിന് ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നിയമപരമായുള്ള നടപടികൾ കൈക്കൊള്ളുന്നതായിരിക്കും എന്നാണ് ഓർഡറിൽ പറയുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്നും BSc നഴ്സിംഗ് അഡ്മിഷൻ കർണാടകയിൽ എടുത്ത വിദ്യാർത്ഥികളും എടുക്കാൻ പോകുന്നതുമായിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ കർണാടകയിലെ BSc നഴ്സിംഗിൻ്റെ അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ്, എൻട്രൻസ് ഡീറ്റെയിൽസ് മുതലായ കാര്യങ്ങളും അഡ്മിഷൻ്റെ ഗൈഡൻസിനുമായിട്ട് താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.